ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയിൽ ആത്മഹത്യ ചെയ്ത ദീപകിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടുകയാണ് വീടും നാടും. അതേസമയം ഈ ഒരാരോപണം സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചതിനു പിന്നാലെയായിരുന്നു ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ ഇന്നലെ യുവതിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. കോഴിക്കോട് വടകരയിൽ താമസിക്കുന്ന ഷിംജിത മുസ്തഫയ്ക്ക് എതിരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിത 108 പ്രകാരം ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയത്. 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണിത്. പഴയ IPCയിലെ 306 വകുപ്പ് പ്രകാരമുള്ള വകുപ്പാണിത്. ജോലി ആവശ്യാർത്ഥം കഴിഞ്ഞ വെള്ളിയാഴ്ച ബസ്സിൽ യാത്ര ചെയ്യവെയാണ് യുവതി ദീപകിന്റെ വീഡിയോ പകർത്തിയത്. തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് യുവതി പകർത്തിയ ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയായിരുന്നു. ഈ വീഡിയോയ്ക്ക് പിന്നാലെ യുവതി മറ്റൊരു വീഡിയോയുമായി വീണ്ടും രംഗത്തെത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് ദീപകിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദീപകിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കുടുംബം പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്ത ശേഷമാണ് യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവങ്ങളുടെ തുടക്കം. തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ദീപക് തന്നോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ട് യുവതി വീഡിയോ പകർത്തി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ വീഡിയോ നിമിഷങ്ങൾക്കകം വൈറലാവുകയും ദീപക് വലിയ രീതിയിലുള്ള സൈബർ വിചാരണയ്ക്ക് ഇരയാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഞായറാഴ്ച ദീപകിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. താൻ നിരപരാധിയാണെന്നും തിരക്കുള്ള ബസ്സിൽ നിൽക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു എന്നും ദീപക് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്നാണ് വിവരം. ദീപകിന്റെ മരണത്തിന് പിന്നാലെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കണ്ടന്റ് ക്രിയേറ്ററായ യുവതി തന്റെ റീച്ചിനും ലൈക്കുകൾക്കുമായി ദീപകിനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമെ യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ബന്ധുക്കളുടെ ആവശ്യമുണ്ട്. DGPക്കും കളക്ടർക്കും പരാതി നൽകുമെന്നും കുടുംബം വ്യക്തമാക്കി കഴിഞ്ഞു. വിഷയം അതീവ ഗൗരവത്തോടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കുന്നത്. നോർത്ത് സോൺ DIG കേസ് അന്വേഷിക്കണമെന്ന് കമ്മീഷൻ അംഗം K ബൈജുനാഥ് ഉത്തരവിട്ടു. ഒരാഴ്ചയ്ക്കകം വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ഫെബ്രുവരി 19 കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. ദീപകിന്റെ മരണവാർത്ത പുറത്തു വന്നതോടെ ആരോപണമുന്നയിച്ച യുവതിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അപ്രത്യക്ഷമായിട്ടുണ്ട്. നേരത്തെ പങ്കുവച്ച രണ്ടാമത്തെ വീഡിയോ നീക്കം ചെയ്തെങ്കിലും ആദ്യ വീഡിയോ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അതേസമയം ദീപകിനെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിലുള്ള ഓൾ കേരള മെൻസ് അസോസിയേഷൻ വിഷയത്തിൽ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. പുരുഷന്മാർക്കെതിരെയുള്ള വ്യാജ ആരോപണങ്ങൾക്കെതിരെ നിയമപരമായ പോരാട്ടം തുടരുമെന്നാണ് ഇവരുടെ നിലപാട്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ദീപക് കടുത്ത നിരാശയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യം സുഹൃത്തുക്കളോടും അദ്ദേഹം അറിയിച്ചിരുന്നു. അതിനുശേഷം യുവതിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. യുവതി മനഃപൂർവ്വം ദീപകിന്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നതും വീഡിയോ പകർത്തുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം.